എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സുഹൃതം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഹൃതം സംസ്കൃതത്തിന്റെ 4ാമത്തെ സെഷനാണ്. കഴിഞ്ഞ ആഴ്ച നടത്തേണ്ടിയിരുന്നതാണ്. ടീച്ചർക്ക് ഒരു അസൗകര്യം വന്നത് കാരണമാണ് നമ്മൾ ഈ ആഴ്ചയിലേക്ക് മാറ്റിവെച്ചത്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്കിന്ന് ഗുരുനാഥയായ ടീച്ചറിനെ ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സൂറത്ത് ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി ശോഭ ചേച്ചി വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗുരുസ്മരണയ്ക്കായി. ജയശങ്കർ. ജയശങ്കര. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവദവശിഖാതാപപാപച്യമാനാൻ മുക്ത്വാ മൗനം ബടബിടവിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർച്ഛിച്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. വളരെ സന്തോഷം ശോഭ ചേച്ചി. ഇന്നത്തെ ഈ ക്ലാസിന്റെ സെഷന് വേണ്ടിയിട്ട് ടീച്ചറിനെ ഭക്ത്യാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ജയശങ്കര. ജയശങ്കര. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. സർവേഭ്യോ നമോ നമഃ. സംസ്കൃത ഭാഷായാം പ്രഥമം വയം അക്ഷരാണാം പരിചയം കൃതവന്തഃ. ആദ്യം അക്ഷരങ്ങളെ പരിചയപ്പെട്ടു, സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പരിചയപ്പെട്ടു. അനന്തരം പദങ്ങളിലേക്ക് നമ്മൾ കടന്നു. പദങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിലായാലും ഏത് ഭാഷയിലായാലും പലതരത്തിലുള്ള പദങ്ങളുണ്ട്. നാമപദങ്ങള്, ക്രിയാപദങ്ങള്, ഇതുപോലെ നമുക്ക് പലതരത്തിൽ അതിനെ വിഭജിക്കാം. എങ്കിലും നാമം, ക്രിയ എന്നിങ്ങനെ പ്രധാനമായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 2 തരത്തില് വിഭജിക്കാം. പലതരത്തിൽ നമുക്ക് പറയാൻ പറ്റും പദങ്ങളെ. അപ്പൊ അതില് നാമപദങ്ങളില് നമ്മള് 3 ലിംഗങ്ങൾ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു. പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. ബാലഹ, സിംഹ, വാനരഹ, ഖഗഹ, ഇങ്ങനെ പോകുന്നു പുല്ലിംഗങ്ങൾ. സ്ത്രീലിംഗാനാം ഉദാഹരണാനി വനിത, ബാലിക, ഗായിക,
दुर्गा एवं स्त्रीलिङ्गाः। अनन्तरं नपुंसकलिङ्गाः वनं, काननं, ഭവനം, ഉദ്യാനം, പുസ്തകം. ഇങ്ങനെ നപുംസകലിംഗങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ 3 ലിംഗങ്ങളിലും 3 വചനങ്ങളായിട്ട് പറയാം. പുസ്തകം, ഒരു പുസ്തകമാണെങ്കിൽ ഏകവചനം പുസ്തകം എന്ന് തന്നെ പദം. 2 പുസ്തകമാണെങ്കിൽ പുസ്തകേ, 2-ലധികം എത്രയുണ്ടെങ്കിലും പുസ്തകാനി. ഇത് പുസ്തകം എന്നുള്ളത് നപുംസകലിംഗമാണ്. ഇനി സ്ത്രീലിംഗത്തിലാണെങ്കിൽ വനിത, ഒരു വനിത, വനിതേ, 2 വനിതകൾ, 2-ൽ കൂടുതൽ എത്ര ആണെങ്കിലും, എത്ര സംഖ്യയാണെങ്കിലും, 3 മുതൽ എത്ര സംഖ്യയാണെങ്കിലും ബഹുവചനം വനിതാഹ. ഇനി പുല്ലിംഗത്തിൽ ബാലഹ, ഒരാൺകുട്ടി, 2 പേരാണെങ്കിൽ ബാലൗ, 2-ൽ കൂടുതൽ 3 മുതൽ എത്ര ആണെങ്കിലും ബാലാഹ. ഇങ്ങനെ 3 ലിംഗങ്ങളിലും ഉള്ള 3 വചനങ്ങളെ പരിചയപ്പെട്ടു. ഇനി ഇങ്ങനെ മാത്രമല്ല വരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് അകാരാന്ത പുല്ലിംഗമാണ്. അതായത് ബാലഹ ബാലൗ ബാലാഹ, സിംഹഃ സിംഹൗ സിംഹാഹ, വാനരഃ വാനരൗ വാനരാഹ, അധ്യാപകഃ അധ്യാപകൗ അധ്യാപകാഹ. ഇതൊക്കെ ആ എന്നവസാനിക്കുന്ന അകാരാന്ത പുല്ലിംഗമാണ്. ഇനി അങ്ങനെയല്ല, ഹരിഹി എന്നുള്ള പദമുണ്ട്, ഹരിഹി, അത് ഇ എന്നാണ് അവസാനിക്കുക, അത് ഇകാരാന്തമാണ്. അങ്ങനെയാകുമ്പോൾ ചെറിയ വ്യത്യാസം വരും. ഹരിഹി ഏകവചനം, ഹരി ദ്വിവചനം, ഹരയഹ ബഹുവചനം. അപ്പൊ നമ്മൾ പൊതുവെ എല്ലാം തുടങ്ങുക ആയിലാണല്ലോ, അതുകൊണ്ട് അകാരാന്തം ആദ്യം പറഞ്ഞതാണ്. മറ്റ് ശബ്ദങ്ങളൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ സംഭാഷണം ചെറുതായിട്ട് നമ്മൾ തുടങ്ങി. ആദ്യം മമ നാമ, എൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ, അത് പഠിച്ചു, മമ നാമ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഹം, അഹം എന്ന് വെച്ചാൽ ഞാൻ ആണ്, ഞാൻ ഇന്നയാളാണ് എന്ന് പറയാൻ. അഹം വനിത, അഹം ഉമ, അഹം അധ്യാപിക, അഹം ഭാരതീയ, അഹം ഭക്ത. ഇങ്ങനെ ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഉള്ള ആ സംഭാഷണവും പഠിച്ചു. പിന്നെ ആദ്യം നമുക്ക് ഇതില് ഇതുപോലെ ഒരു വാക്യം കൂടി പറയാൻ പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരാളെ പരിചയപ്പെടുത്താൻ എന്ത് പറയും? സഹ വെച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ പറഞ്ഞത്. സഹ ഗുരുഹു, സഹ അധ്യാപകഃ, സഹ ആചാര്യഃ. ഇങ്ങനെ സഹ വെച്ചിട്ട് എങ്ങനെ പറയാം, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഇവിടെ സഹ എന്നതുപോലെ സാ വെച്ചിട്ട് പറയാം. സഹ അധ്യാപകഃ, സാ അധ്യാപിക. അപ്പൊ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. സഹ പതിഹി, പതിഹി ഭർത്ത, എല്ലാവർക്കും അറിയുന്ന പദമാണ് ഭർത്താവ്. സഹ പതിഹി, സാ പത്നി. അപ്പോ സഹ അവൻ അല്ലെങ്കിൽ അദ്ദേഹം, സാ അവൾ അല്ലെങ്കിൽ അവൾ എന്നുള്ളതിന് ബഹുമാനിച്ചിട്ട് നമ്മൾ അവർ എന്ന് പറയാറുണ്ട്. പക്ഷെ അവർ എന്നുള്ളത് ബഹുവചനമാണ്. എന്തായാലും സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ് സാ. സാ പത്നി, അവൾ പത്നിയാണ്. സഹ പിതാ, അവൻ പിതാവാണ്. സാ മാതാ, അവൾ അമ്മയാണ്. സഹ അനുജഃ, സാ അനുജ, സാ അവൾ, അനുജ അനുജത്തി. സഹ വൈദ്യഃ, സാ വൈദ്യ. വൈദ്യ എന്നുള്ളത് സ്ത്രീലിംഗം, സ്ത്രീ ആയിട്ടുള്ള വൈദ്യൻ. സഹ ഗായകഃ, സാ ഗായിക. പിന്നെ ഇതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ സഹ നർത്തകഃ, സാ നർത്തകി. ഇങ്ങനെ സഹ സാ. ഇത് നമ്മൾ പല ശ്ലോകങ്ങളിലും കേട്ടിട്ടുണ്ടാകും. സാമാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. സാ മാം പാതു, അവൾ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അവൾ എന്നെ രക്ഷിക്കട്ടെ.
സാമാം പാതു സരസ്വതി. ആ സരസ്വതി ഭഗവതി നിശേഷ ജാഡ്യാപഹ, എല്ലാ ജാഡ്യത്തെയും ഇല്ലാതെയാക്കുന്ന. ജാഡ്യം എന്ന് വെച്ചാൽ ഒരു ജഡമായിരിക്കുന്ന അവസ്ഥ, അതായത് നമ്മളൊരു അലസമായിട്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥ, അതിൽ നിന്ന് രക്ഷിക്കുന്ന അവൾ. അതായത് നമ്മുടെ ഒരു അലസതയും ഒക്കെ മാറ്റി നമ്മളെ എന്താ പറയാ, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നൊക്കെ പറയും, നമ്മളെ ഉണർത്തുക. അങ്ങനെ ഉണർത്തുന്ന ആ ഭഗവതി സരസ്വതി രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. സാ മാം പാതു സരസ്വതി ഭഗവതി. ഇനി അവിടെ ഈ ഒരു ശ്ലോകം പറഞ്ഞതുകൊണ്ട് പറയാം, ആ ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ കുന്ദേന്ദു തുഷാരഹാരധവള. അങ്ങനെ കുറെ യാ വരുന്നുണ്ട്. യാ എന്ന് വെച്ചാൽ ആരാണോ എന്നുള്ള അർത്ഥം. ആരാണോ കുന്ദേന്ദു തുഷാരഹാരധവള, മുല്ലപ്പൂവിനെ പോലെയും അതുപോലെ ചന്ദ്രനെ പോലെയും ഒക്കെയുള്ള അങ്ങനെയുള്ള ഹാരത്തോടുകൂടി ശോഭിക്കുന്നത്. അങ്ങനെ കുറെ വിശേഷണങ്ങളാണ്, അത് വലിയ ശ്ലോകമാണ്. അപ്പൊ ഇങ്ങനെ കുറെ വിശേഷണങ്ങൾ പറയാണ്. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത. ആരാണോ ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറെ വിശേഷണങ്ങള്. വീണ ധരിച്ചിരിക്കുന്നവള്, അതുപോലെ ബ്രഹ്മാവ് ശങ്കരൻ മുതലായിട്ടുള്ളവരാൽ വന്ദിക്കപ്പെടുന്നവൾ. ഇങ്ങനെ പറഞ്ഞിട്ട് സാ മാം പാതു സരസ്വതി, അങ്ങനെയുള്ള അവൾ എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ സാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവൾ എന്നാണ്. അപ്പൊ ഈ സഹ സ നമ്മളോട് ഒരിക്കലും മാറിപ്പോവരുത്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സഹ എന്നുള്ളതിന്റെ വിസർഗം ചില സന്ദർഭങ്ങളിൽ ലോപിച്ചു പോവും. അപ്പൊ അവിടെ സ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സായിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്ന് നീട്ടി സാ ആക്കരുത്. നമ്മൾ ചൊല്ലുമ്പോഴൊക്കെ പലപ്പോഴും അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്, നമുക്ക് അറിയാതെ പറ്റുന്നതാണ്. ഒന്ന് നീട്ടി ചൊല്ലുന്ന സമയത്ത് സ സാ ആയി പോവും. അങ്ങനെ ആവരുത്. കാരണം സഹ എന്ന് വെച്ചാൽ പുല്ലിംഗം ആണ്, സാ സ്ത്രീലിംഗം. അപ്പൊ അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ആ ഒരു സംഭാഷണ അംശം ഇതാണ്. സഹ സാ, സഹ ശിവഃ സാ പാർവതി, സഹ കൃഷ്ണഃ സാ രുക്മിണി, സഹ രാമഃ സാ സീത. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ നാമപദങ്ങളാണ്. അതായത് കുറെ മൂന്നുലിംഗങ്ങളിലുള്ള വാക്കുകളൊക്കെ കുറെ പറഞ്ഞു. ഇനി കുറച്ച് ക്രിയകളെ പരിചയപ്പെടാം. അപ്പൊ ക്രിയ എന്ന് പറയുമ്പോ പൊതുവെ നമുക്കറിയാം, എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ക്രിയ. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നു, അതൊരു ക്രിയയാണ്. നമ്മൾ കേൾക്കുന്നു, കാണുന്നു, ചെയ്യുന്നു, എഴുതുന്നു, വായിക്കുന്നു. ഇങ്ങനെ ഇതിനെയാണ് ക്രിയ എന്ന് പറയുന്നത്. ക്രിയകളെ പറ്റി പറയുമ്പോൾ ക്രിയകൾ പലതരത്തിൽ നമ്മൾ പ്രയോഗിക്കും. ഇപ്പൊ മലയാളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഉറങ്ങുക എന്നുള്ള ക്രിയ, ഉറങ്ങി, ഉറങ്ങും, ഉറങ്ങുന്നു, ഇങ്ങനെ പ്രധാനമായിട്ട് 3 തരത്തിൽ പറയും. ഇനി ഇതിന്റെ തന്നെ കുറെ ഭേദങ്ങളുണ്ട്. ഇപ്പൊ ഉറങ്ങാൻ, ഉറങ്ങിയിട്ട്, ഇങ്ങനെ പലതായിട്ട് മാറും ക്രിയകള്. അപ്പൊ സംസ്കൃതത്തില് ഈ കാലങ്ങള് പറയുകയാണെങ്കിൽ 10 കാലങ്ങൾ സംസ്കൃതത്തിലുണ്ട്. അത് കുറച്ചൊരു വിശേഷമായിട്ടാണ്. കാരണം മലയാളത്തിൽ നമുക്കറിയാം 3 കാലങ്ങളേ ഉള്ളൂ. ഭൂതം, ഭാവി, വർത്തമാനം എന്ന് നമ്മൾ പറയും. കഴിഞ്ഞത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നത്. ഭൂതം, വർത്തമാനം, ഭാവി, അതാണ് അതിന്റെ ഒരു ശരിയായ ക്രമം. ഭൂതം കഴിഞ്ഞത്, വർത്തമാനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഭാവി ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതിനെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കറിയാം, ഇതിനെ ഓരോ കാലത്തിനെയും 4 ആക്കി തിരിച്ചിട്ട് ഇംഗ്ലീഷിൽ 12 ടെൻസസ് പറയും. സംസ്കൃതത്തിലാണെങ്കിൽ 10 കാലങ്ങളാണുള്ളത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ വിഭജിച്ചിരിക്കുന്ന അങ്ങനത്തെ ആ രീതിയിലല്ല. അത് നമുക്ക് വഴിയെ പറയാം. എന്തായാലും 10 തരത്തിൽ ഒരു ക്രിയ വരും. അപ്പൊ നമ്മളിപ്പോ ക്രിയകളെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഏറ്റവും എളുപ്പം വർത്തമാനകാലത്തിൽ തുടങ്ങുന്നതാണ്. ഇപ്പൊ പോകുന്നു, വരുന്നു, ചെയ്യുന്നു, എഴുതുന്നു, പഠിക്കുന്നു, ഇങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുമ്പോഴാണ് കൂടുതൽ എളുപ്പം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 5-6 ക്രിയകളെ ഇന്ന് പരിചയപ്പെടാം. ക്രിയാപദാനി,
ഇവിടെ ഞാൻ ലെട്ട് എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റില്. ലെട്ട് അത് ഒരു കാലത്തിന്റെ പേരാണ്. അപ്പൊ നമ്മള് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്ന് പറയുന്നത് പോലെ കാലങ്ങളെ സൂചിപ്പിക്കാൻ സംസ്കൃതത്തില് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലകാരങ്ങൾ. ലായില് തുടങ്ങുന്നത് കൊണ്ടാണ് ലകാരങ്ങൾ എന്ന് പറയുന്നത്. ലെട്ട് എന്ന് വെച്ചാൽ വർത്തമാന കാലമാണ്. അപ്പൊ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചേർത്തതാണ് ലെട്ട്, വർത്തമാന കാലം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ക്രിയകള് അതൊക്കെ എന്താണ്? വർത്തമാന കാലത്തിലുള്ളതാണ്. അർജുനഃ ഗച്ഛതി, ഗച്ഛതി പോകുന്നു. കൃഷ്ണഃ ആഗച്ഛതി, വരുന്നു, കൃഷ്ണൻ വരുന്നു. ബാലഃ പഠതി, പഠിക്കുന്നു. പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്ക് പഠതി എന്നുള്ളതിന്റെ അർത്ഥം വായിക്കുന്നു എന്നാണ്. രണ്ടിനും ഒരേ പദമാണ് അധികവും പ്രയോഗിക്കാറുള്ളത്. പഠതി എന്ന് തന്നെയാണ് വായിക്കുന്നു എന്നുള്ളതിനും പഠിക്കുന്നു എന്നുള്ളതിനും. ബാലിക ലിഖതി, ലിഖതി എഴുതുന്നു ആണ്. അത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. കാരണം ആ ഒരു ധാതുവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വാക്കുകൾ. ലേഖനം, ലേഖനം എന്ന് വെച്ചാൽ നമുക്കറിയാം എഴുതിയതിനെയാണ് ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിഖ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ലേഖനം, ലേഖകൻ, ലേഖിക ഇതൊക്കെ വന്നിട്ടുള്ളത്. ബാലിക ലിഖതി, പുത്രഃ ഖാദതി, ഖാദതി കഴിക്കുന്നു എന്നാണ്, തിന്നുന്നു. പുത്രഃ ഖാദതി, പുത്രി പിബതി, പിബതി കുടിക്കുന്നു ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പാനീയം. നേരിട്ട് നമുക്ക് ചിലപ്പോൾ ബന്ധം തോന്നില്ല, എന്നാലും കുടിക്കാനുള്ളതിനെ പാനീയം എന്ന് പറയല്ലോ. പേയം കുടിക്കാനുള്ളത്, പിബതി കുടിക്കുന്നു. അപ്പൊ 6 ക്രിയകൾ അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഗച്ഛതി പോകുന്നു, ആഗച്ഛതി വരുന്നു, പഠതി വായിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു, ലിഖതി എഴുതുന്നു, ഖാദതി കഴിക്കുന്നു, പിബതി കുടിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ധാരാളം വാക്കുകൾ നമ്മൾ ശ്ലോകത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നമതി എന്നൊക്കെ ഉള്ളത്, ഗായതി, ഏതെങ്കിലും വരികളിലൊക്കെ വന്നിട്ടുണ്ടാവും. പാടുന്നു, ഗായതി, അതുപോലെ നൃത്യതി. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പല പല ശ്ലോകങ്ങളിൽ ഈ വാക്കുകൾ പലതും പരിചയപ്പെട്ടിട്ടുണ്ടാകും, ഇതുപോലുള്ള ക്രിയാപദങ്ങൾ. അപ്പൊ ഇത് ഈ അവസാനം തീ എന്ന് വരുന്നത് അത് വർത്തമാന കാലത്തിലാണ്. ഇനി ഇതിൽ തന്നെ ഈ പറഞ്ഞതൊക്കെ ഏകവചനത്തിൽ പറയുമ്പോഴാണ്. അതായത് ഗച്ഛതി എന്ന് പറഞ്ഞല്ലോ, ബാലഹ ഗച്ഛതി, കുട്ടി പോകുന്നു. മലയാളത്തിൽ നമുക്ക് ഒരു കുട്ടി പോയാലും നമ്മൾ പോകുന്നു എന്ന് തന്നെയാണ് പറയാ. ഇനി 10 കുട്ടികൾ പോകുന്നുണ്ടെങ്കിലും കുട്ടികൾ പോകുന്നു. ആ പോകുന്നു എന്നുള്ളതിന് മാറ്റം വരാറില്ല. പക്ഷെ ഹിന്ദിയില് മാറ്റം വരും, ഇംഗ്ലീഷിൽ മാറ്റം വരും. ഡസ് ചേർത്തിട്ടാണല്ലോ. സിംഗിൾ ആണെങ്കിൽ റൈസസ് എന്നാണ്, സൺ റൈസസ്. അതല്ല ബഹുവചനാവുന്ന സമയത്ത്, പ്ലൂരൽ ആവുന്ന സമയത്ത് ആ ഡസ് മാറ്റിയിട്ട് ഡസ് ഉണ്ടാവില്ല, റൈസ് എന്നേ പറയുള്ളൂ. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ മാറ്റം വരും. ഹിന്ദിയിലാണെങ്കിൽ എന്താണ് ആത്താഹേ, ആത്തേഹേം അങ്ങനെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ സംസ്കൃതത്തിൽ വചനം മാറുമ്പോൾ മാറുന്നുണ്ട്. ഇപ്പൊ നമ്മള് ദ്വിവചനം ബഹുവചനത്തിലേക്കൊന്നും പോകുന്നില്ല, ഏകവചനാണ് പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ ഗച്ഛതി, ആഗച്ഛതി, വരുന്നു, പോകുന്നു. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗതം ഗതം സർവമുപേക്ഷണീയം, ആയാതം ആയാതം അപേക്ഷണീയം. അപ്പൊ ആ ഒരു വരി ഓർമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അതുപോലെ ഗമന ആഗമനം എന്ന് നമ്മൾ പറയുമല്ലോ, ഗമനം പോകുന്നത്, ആഗമനം വരവ്. അപ്പൊ അതാണ് ഗച്ഛതി, ആഗച്ഛതി, പോകുന്നു, വരുന്നു. പിന്നെ പഠതി ലിഖതി, പഠിക്കുന്നു, എഴുതുന്നു. ഖാദതി
പിബതി. ഖാദ്യം എന്നൊക്കെ നമ്മൾ കഴിക്കേണ്ടതിനെ പറയും. ഖാദ്യം, ഖാദ്യം പേയം, കഴിക്കേണ്ടത്, കുടിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഖാദതി കഴിക്കുന്നു, പിബതി കുടിക്കുന്നു. അപ്പൊ ഇത്രയും ക്രിയാപദങ്ങള് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് കുറച്ച് കുറച്ച് വാക്കുകൾ കൂടുതൽ പറയാം. ഇനി ഇപ്പൊ നാമപദങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മള് ലിംഗങ്ങൾ പറഞ്ഞു, വചനങ്ങള് പറഞ്ഞു. അപ്പൊ ഒരു പദത്തെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഒരു പദത്തെ അത് നാമപദമാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുക. ആദ്യം അതേതാണ് അന്തം, അകാരാന്തമാണോ ഇകാരാന്തമാണോ ഉകാരാന്തമാണോ, ആ അന്തം ഏതാണെന്ന് പറഞ്ഞ് അത് ഏത് വചനമാണ്, ഏത് ലിംഗമാണ്, ഏത് വചനമാണ്, അതിൻ്റെ കൂടെ വിഭക്തി ഏതാണ് എന്നും കൂടി പറയും. ഈ വിഭക്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. മലയാളത്തിലെ വിഭക്തികൾ പഠിച്ചിട്ടുണ്ടാകും. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംബന്ധിക, ആധാരിക, ഉദ്ദേശിക, പ്രയോജിക എന്നൊക്കെയുള്ള പേരില് മലയാളത്തിലെ വിഭക്തികൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ ആ പേരുകളൊന്നും പഠിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. മലയാളത്തില് അങ്ങനെ ഈ പേരുകൾ പറഞ്ഞിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പൊ വിഭക്തികളുടെ ഉദ്ദേശം നാമപദത്തെ നമുക്ക് പലതരത്തില് പ്രയോഗിക്കേണ്ടി വരും. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഒരു മരം എന്നുള്ള വാക്ക്, ആ മരം എന്നുള്ള വാക്ക് മാത്രം പോരാ. മരത്തിന്റെ, മരത്തിൽ നിന്ന്, മരത്തിനോട്, മരത്തെ, ഇങ്ങനെ പലതരത്തിൽ മാറ്റണമല്ലോ. അപ്പോൾ ആ മാറ്റുന്നതിന് ചില പ്രത്യയങ്ങൾ ചേർത്തിട്ട് നമ്മള് ആ പദത്തിനോട് പ്രത്യയങ്ങൾ ചേർത്ത് പുതിയൊരു പദം വരും. അപ്പൊ ഇതിനെയാണ് വിഭക്തി എന്ന് പറയുന്നത്. ആ ചേർക്കുന്ന പ്രത്യയങ്ങൾ ചേർത്ത് പറയുന്നതിനെ. ഇപ്പൊ സംസ്കൃതത്തിലാണെങ്കിൽ മലയാളത്തിലുള്ളതുപോലെ തന്നെ 7 വിഭക്തികളാണ്. പക്ഷെ അതിന്റെ പേര് ഇതല്ല. കുറച്ചുകൂടി എളുപ്പമാണ് പേര് പഠിക്കാൻ. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, ഇങ്ങനെയാണ് 7 വിഭക്തികളുടെ പേര് വരുന്നത്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി. അത് ഒന്നുകൂടി എളുപ്പമാണ് ശരിക്കും. മലയാളത്തിലെ ഈ പ്രതിഗ്രാഹിക, സംബന്ധിക, ആധാരിക, പ്രയോജിക, ഉദ്ദേശിക ഇത് പഠിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി എളുപ്പമാണ്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, ഇങ്ങനെ 7 വിഭക്തികളാണ് സംസ്കൃതത്തില്. ഇനി എന്ത് പറയുമ്പോഴും ചിലപ്പോ അതിന്റെ ഇടയിൽ ഒരാളിങ്ങനെ കയറി നിൽക്കുമല്ലോ, അതുപോലെ ഒരാളും കൂടി ഉണ്ട്. സംബോധന പ്രഥമ എന്ന് പറയും. അതിനെ പക്ഷെ നമ്മൾ ഈ 7 കൂട്ടില്ല. എന്നാലും സിദ്ധരൂപമൊക്കെ പറയുന്ന സമയത്ത് ഇതും കൂടി പറയണം. സംബോധന പ്രഥമ കൂടി അതിൽ ഉൾപ്പെടുത്തണം. സംബോധന പ്രഥമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രൂപമാണ്. ഇപ്പോ സംബോധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളെ സംബോധന ചെയ്യുക എന്ന് വെച്ചാൽ അയാളെ അഡ്രസ് ചെയ്യുക, അയാളെ വിളിക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ കൃഷ്ണ എന്നൊക്കെ വിളിക്കണമെങ്കിൽ കൃഷ്ണ, രാമ, മകനെ എന്നൊക്കെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വിഭക്തിയാണ് സംബോധന പ്രഥമ. അതൊരു പൂർണ്ണമായ വിഭക്തിയല്ല, ഒരു ഉപവിഭക്തി എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടാറില്ല. 7 വിഭക്തികളാണ്. പ്രഥമ, ദ്വിതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി. അപ്പൊ ഇതില് നമ്മൾ ഇതുവരെ പറഞ്ഞ വാക്കുകളൊക്കെ പ്രഥമ വിഭക്തിയിലുള്ളതാണ്. ഇപ്പൊ വനം, നമ്മൾ കുറെ വാക്കുകൾ പറഞ്ഞല്ലോ. പുസ്തകം, ഭവനം, സിംഹ, ഗജഹ, അജഹ, അധ്യാപകഃ, ഗുരുഃ, കൃഷ്ണഃ, രാമഃ, സീത, ശങ്കരഃ, ഈ വാക്കുകളൊക്കെ പ്രഥമ വിഭക്തിയാണ്. പ്രഥമ വിഭക്തിക്ക് നമ്മൾ ഏതൊരു വാക്കാണോ പറയുന്നത് അത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ ശങ്കരഃ എന്നാണ് പറയുന്നതെങ്കിൽ ശങ്കരൻ എന്നുള്ള അർത്ഥം, അത്രയേ ഉള്ളൂ. അതാണ് പ്രഥമ വിഭക്തിയുടെ അർത്ഥം. നമ്മൾ പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ പുസ്തകം എന്ന് തന്നെ അർത്ഥം, ആ ഒരു വസ്തുവിന്റെ പേര്. വൃക്ഷഃ എന്ന് പറയുകയാണെങ്കിൽ വൃക്ഷഃ മരം എന്നുള്ള അർത്ഥം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വസ്തു. പുഷ്പം എന്ന് പറഞ്ഞാൽ പുഷ്പം പൂവ് എന്നുള്ള അർത്ഥം.
അപ്പൊ എന്തിനെയാണോ പറയുന്നത് അത് എന്നുള്ള അർത്ഥമാണ് പ്രഥമാ വിഭക്തിക്ക്. അതെന്ന് പ്രഥമയ്ക്കർത്ഥം എന്ന് ബാലപ്രബോധനത്തിൽ പറയും. ബാലപ്രബോധനം എന്നുള്ളത് സംസ്കൃതം പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള വളരെ ചെറിയൊരു കൃതിയാണ്, കുറച്ച് ശ്ലോകങ്ങളുള്ള ഒരു കൃതി. അതിലെ വിഭക്തികളുടെ അർത്ഥം പറയുമ്പോൾ പറയും അതെന്നു പ്രഥമയ്ക്കർത്ഥം. ഇന്ന് നമ്മൾ ദ്വിതീയ വിഭക്തിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഇനി ദ്വിതീയയ്ക്ക് അതിനെ എന്നാണ് അർത്ഥം. അതിനെ, ദ്വിതീയയ്ക്ക് അതിനെ പുന, അതിനോടതിലേക്കെന്നും ദ്വിതീയയ്ക്കർത്ഥമായി വരും. അതിനെ എന്ന് മാത്രമല്ല, അതിനെ, അതിനോട്, അതിലേക്ക്. ഇനി സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ട് അതിന്റെ ഉദാഹരണം പറയാം. നമ്മള് മലയാളത്തില് ചില വാക്യങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ചായ കുടിക്കുന്നു എന്നുള്ളൊരു വാക്യം, ഞാൻ ചായ കുടിക്കുന്നു, ആ വാക്യത്തില് വലിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ കുടിക്കുന്നു എന്നുള്ള ക്രിയ, അത് ഒരു സംശയമില്ല, കുടിക്കുന്നു എന്നുള്ളതാണ് ക്രിയ. ഞാൻ എന്നുള്ളതും ചായ എന്നുള്ളതും ഒരേപോലെയുള്ള വാക്കാണ്. അപ്പൊ ഒരു സംശയം വരും, ഞാൻ ആണോ കുടിക്കുന്നത്, ചായ ആണോ കുടിക്കുന്നത്? ഈ കുടിക്കുന്ന ആളാരാണ്, ഞാനാണോ ചായ ആണോ? അത് നമുക്ക് സംശയം വരില്ല, കാരണം നമ്മൾ മലയാളികളാണ്, നമ്മൾ ചെറുപ്പം മുതൽ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശീലിച്ചവരാണ്. പക്ഷെ ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ മരം കയറി, അപ്പോഴും പ്രശ്നം, കയറി എന്നുള്ളത് മനസ്സിലായി, പക്ഷെ ഇപ്പൊ ഞാൻ പോണ്ട, ഞാൻ വേണ്ട, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അവൻ മരം കയറി, അപ്പൊ അവൻ ആണോ കയറിയത്, മരമാണോ കയറിയത്? ഈ കയറി എന്നുള്ള ക്രിയയോട് എന്താണ് ചേർക്കേണ്ടത് എന്നുള്ള ഒരു സംശയം വരും. പക്ഷെ സംസ്കൃതത്തില് അങ്ങനെ വരില്ല, കാരണം ഞാൻ മരത്തിനെ കയറി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചായയെ കുടിച്ചു, ആ രീതിയിൽ മാത്രമേ സംസ്കൃതത്തില് ആ വാക്യം വരുള്ളൂ. അത് രണ്ടും രണ്ട് വിഭക്തിയിലായിരിക്കും. അതെന്തിനാണ് പറഞ്ഞത് എന്നുള്ളത് ഇനി ഏതെങ്കിലും ഒരു വാക്യം വരുമ്പോൾ ഞാൻ പറയാം. അപ്പൊ നമുക്ക് ദ്വിതീയ വിഭക്തിയിലെ ചില വാക്യങ്ങളോടി പരിചയപ്പെട്ടിട്ട് നമുക്ക് നിർത്താം. ഇവിടെ കൃഷ്ണഹ എന്നുള്ളത് കൃഷ്ണം എന്നാണ് വരുന്നത്. ദ്വിതീയ വിഭക്തി. ഇതിന്റെ അർത്ഥമാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. അതിനെ, അതിനോട്, അതിലേക്ക്, മൂന്നർത്ഥങ്ങളുണ്ട്. ഇവിടെ ഈ എഴുതിയ വാക്യങ്ങളൊക്കെ അതിനെ എന്ന് അർത്ഥം വരുന്നതാണ്. ഭക്തഃ ദേവം നമതി, ഭക്തൻ ദേവനെ നമിക്കുന്നു. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ദേവഹ എന്ന് എഴുതിയത് അതാണ് പ്രഥമാ വിഭക്തി, അതായത് ദേവൻ എന്നുള്ള വാക്ക് ദേവഹ. അതെങ്ങനെ മാറി? ദേവം എന്ന് മാറി. ദേവഹ എന്ന പദം ദേവം എന്ന് മാറി. ഭക്തഃ ദേവം നമതി. മാതാ ശിശും ലാളയതി. ലാളയതി ലാളിക്കുന്നു. ശിശുഹു എന്ന പദമാണ് ശിശും എന്ന് മാറി. മാതാ ശിശും ലാളയതി. കുചേലഃ കൃഷ്ണം പശ്യതി. കൃഷ്ണഃ എന്നാണ് പദം, കൃഷ്ണം എന്ന് മാറുന്നു. ഈ കൃഷ്ണം എന്നുള്ള പദമാണ് ദ്വിതീയ വിഭക്തി. അതുപോലെ നേരത്തെ പറഞ്ഞതില് ശിശും ദ്വിതീയ വിഭക്തിയാണ്, അതായത് ശിശുഹു എന്നതിന്റെ ദ്വിതീയ വിഭക്തിയാണ് ശിശും. ദേവഃ ദേവം. ആരക്ഷകഃ തസ്കരം അന്വിഷ്യതി. തസ്കരഃ കള്ളൻ എന്നാണ് അർത്ഥം. അന്വിഷ്യതി അന്വേഷിക്കുന്നു. ആരക്ഷകഃ പോലീസാണ്. ആരക്ഷകഃ തസ്കരം അന്വിഷ്യതി. അപ്പൊ ഇങ്ങനെ അതിനെ എന്നുള്ള അർത്ഥം, ഈ പറഞ്ഞതൊക്കെ അതിനെ എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ കള്ളനെ, ദേവനെ, ശിശുവിനെ, അതിനെ എന്നുള്ള അർത്ഥത്തില് ഇങ്ങനെയാണ് ദ്വിതീയ വിഭക്തി വരുന്നത്. ഇനി വിഭക്തിയുടെ പേരൊന്നും അറിയണമെന്നില്ല. അതായത് ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കുന്നതിന് ഓരോ ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പോ ഇങ്ങനെ നമുക്കിത് മനസ്സിലാവണം എന്ന് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ
അതായത് ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവണം. അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഇത് ഇന്ന വിഭക്തിയാണ് എന്ന് പഠിക്കണം എന്നൊന്നുമില്ല. ഇതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കിയാൽ മതി. ദേവം എന്ന് വെച്ചാൽ ദേവനെ എന്നാണ്. തസ്കരം എന്ന് വെച്ചാൽ തസ്കരനെ എന്നാണ്. ഭക്തം ഭക്തനെ. ഇങ്ങനെ അതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കുക. അതിനെ എന്നുള്ള അർത്ഥമാണ്. ഈ പറഞ്ഞതൊക്കെ ഏകവചനത്തിലാണ്. അതായത് ഒരു കള്ളൻ മാത്രമേ ഉള്ളൂവെങ്കിലാണ് തസ്കരം എന്ന് പറയുന്നത്. ഒരു ഭക്തൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ഭക്തം ഭക്തനെ. രണ്ടാളുണ്ടെങ്കിൽ മാറും. അത് നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഇതാണ് അർത്ഥം, അതിനെ എന്നുള്ള അർത്ഥം. ഭക്തം ഭക്തനെ, ഗജം ആനയെ. ഗജഹ എന്ന് പ്രഥമാ വിഭക്തി, ഗജം ആനയെ. അതുപോലെ മൂഷകഹ, മൂഷകഹ എലിയാണ്. മൂഷകം എലിയെ. ഇനി ഈ ദ്വിതീയ വിഭക്തി ഓരോ വരിയിലും വരുന്ന ഒരു ശ്ലോകത്തെ കൂടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും അറിയുന്ന ശ്ലോകാണ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ്. പക്ഷെ അതിന് ഇതാണ് അർത്ഥം എന്നുള്ളത് ചിലരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ ചൊല്ലിക്കേട്ട് പഠിച്ച് ചൊല്ലി 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 ഇങ്ങനെ പോകുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. വസുദേവ സുതം എന്ന് വെച്ചാൽ വസുദേവന്റെ സുതനെ എന്നുള്ള അർത്ഥം, വസുദേവന്റെ മകനെ. അതിന്റെ പ്രഥമാ വിഭക്തി എന്താണ്? വസുദേവ സുതഃ, വസുദേവസ്യ സുതഃ, വസുദേവന്റെ മകൻ. അതാണ് വസുദേവ സുതഃ. അതെന്താവുന്നു? സുതം എന്നാവുന്നു, വസുദേവന്റെ മകനെ. അതുപോലെ മറ്റ് വാക്കുകളും. പിന്നെന്താണ്? കംസചാണൂരമർദ്ദനം. ആ വാക്കിന് ചെറിയൊരു വ്യാകരണപരമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശരിക്കും കംസചാണൂരമർദ്ദകം എന്നായിരുന്നെങ്കിൽ ഒന്നുകൂടി ചേരുമായിരുന്നു. പക്ഷെ ഈ ശ്ലോകങ്ങൾ നമ്മൾ എത്രയോ കാലമായിട്ട് ചൊല്ലി വരുന്നതാണ്. അപ്പൊ അത് അതേപോലെ ചൊല്ലാനേ നമുക്ക് കഴിയുള്ളൂ, അല്ലാതെ അത് തിരുത്താനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പോ മർദ്ദനം, മർദ്ദനം ചെയ്യുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ആ മർദ്ദനം ചെയ്യുന്ന ആളെ. ദേവം, ദേവം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ദേവഹ ദേവൻ. അപ്പൊ ദേവം ദേവനായിട്ടുള്ളവനെ, ദേവനെ. പിന്നെന്താണ്? ദേവകി പരമാനന്ദം, അതായത് ദേവകി പരമാനന്ദഹ എന്നാണ് പ്രഥമാ വിഭക്തി. ദേവകിക്ക് പരമാനന്ദമായിട്ടുള്ള ആള്, അയാളെ എന്നുള്ള അർത്ഥം. ദേവകിക്ക് പരമാനന്ദമായിട്ടുള്ള ആളെ. കൃഷ്ണം, കൃഷ്ണനെ. കൃഷ്ണഹ എന്നാണ് പ്രഥമാ വിഭക്തി. കൃഷ്ണം, കൃഷ്ണനെ. വന്ദേ, വന്ദിക്കുന്നു. ജഗദ്ഗുരും, ജഗദ്ഗുരുഹു എന്ന പദം പ്രഥമാ വിഭക്തി. ജഗദ്ഗുരും. അതാണ് നമ്മള് ഗുരുവന്ദനത്തിലൊക്കെ പറയുമല്ലോ, തസ്മൈ ശ്രീ, അത് ഗുരവേ എന്നാണ്. അതായത് ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് നമ്മൾ ആദ്യം ചൊല്ലുന്നത്. ഗുരും എന്നുള്ള വാക്കുകളൊക്കെ ധാരാളം പല ശ്ലോകങ്ങളിലും വരും. അതുപോലെ ഹരിം, ഹരിം ഭജത. രാമം, രാമം രഘുരാമം എന്നൊക്കെ പറഞ്ഞിട്ട് പല ശ്ലോകങ്ങളിലും വരും. എന്തായാലും ഇത് ധാരാളമായിട്ട് വരും സ്തുതികളില്. കാരണം എല്ലാം നമ്മളിങ്ങനെ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അവിടെയൊക്കെ ദ്വിതീയ വിഭക്തിയാണ് വരിക. നമഹ എന്ന് പറയുമ്പോൾ മാറും, അത് നമുക്ക് പിന്നീട് പറയാം. നമഹ എന്നാണെങ്കിൽ ദ്വിതീയ അല്ല. പക്ഷെ നമതി, നമസ്കരിക്കുന്നു. വന്ദേ, വന്ദിക്കുന്നു. സ്മരാമി, സ്മരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദ്വിതീയ വിഭക്തിയാണ് വരിക, അതായത് അതിനെ എന്നുള്ള അർത്ഥം. അപ്പൊ സമയം കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് വൈകിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ പറയാം. ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇന്ന് എനിക്ക് തോന്നുന്നത് വെക്കേഷന്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്, അപ്പൊ അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം ടീച്ചർ. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇന്ന് വെക്കേഷൻ ആരംഭിച്ചതിന്റെ ആദ്യത്തെ ഞായറാഴ്ച കൊണ്ടായിരിക്കാം. ആർക്കെങ്കിലും ഇത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിനൊരു 2 മിനിറ്റ് സമയം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണിത്. മ്യൂട്ട് മാറ്റിയ ശേഷം ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
നമ്മുടെ അടുത്ത ക്ലാസ് സെപ്റ്റംബർ മാസം 14 നമ്മൾ ഒരു ഞായറാഴ്ച വിട്ടിട്ടാണ് ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന ഞായറാഴ്ച 7-ാം തീയതിയാണ്. 7-ാം തീയതി കഴിഞ്ഞുള്ള ഞായറാഴ്ച 14-ാം തീയതി വരുന്നു. സെപ്റ്റംബർ 14 വൈകുന്നേരം 7 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. സുഹൃതം സമുദ്രത്തിന്റെ ടീച്ചർ മറ്റേ ഇന്നത്തെ ആ നോട്ട്സ് എല്ലാം കൂടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരം ആയിരുന്നല്ലേ. ആർക്കും സംശയങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. ചേട്ടൻ ബിസിയാണോ? പറഞ്ഞോണ്ട് ചോദിച്ചേ. ശരി, 2 വാക്ക് സംസാരിച്ച് നമുക്ക് ഇന്നത്തെ. ഇല്ല, പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഉമ്മ ടീച്ചറുടെ ക്ലാസ് എപ്പോഴും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ സെഷനും നമ്മൾ അങ്ങനെ അതിമനോഹരമായിട്ട് നടത്തി. അപ്പൊ ഈ വർഷം എനിക്കിപ്പോ ഈ കുട്ടികൾ കുറഞ്ഞു പോകുന്നു എന്നതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചിന്തയിലാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ക്യാമ്പയിന്റെ ആവശ്യമുണ്ട്. കാരണം സംസ്കൃതിയെ നമ്മൾ ലോകമെമ്പാടും പരിചയപ്പെടുത്തുമ്പോൾ സംസ്കൃതം പരിചയപ്പെടലാണല്ലോ ആദ്യത്തെ രീതി. അതിനാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് സ്ട്രക്ചേർഡായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു. അതിൽ അത്യധികമായ ചാരിതാർത്ഥ്യം നമ്മൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഏതായാലും ടീച്ചറും വിഷമിക്കണ്ട, നമ്മളും ഇതെങ്ങനെയെങ്കിലും ആൾക്കാരെ കൂട്ടാം. പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛൻ കോളേജ് പ്രൊഫസറായിരുന്നു, ഒരാളെ ക്ലാസ്സിലുള്ളെങ്കിലും ഞാൻ പഠിപ്പിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണല്ലോ ഒരു അധ്യാപകൻ. അപ്പം ഗുരുവിന് ഒരാൾ തെളിഞ്ഞാലും മതിയല്ലോ. അപ്പോ ടീച്ചറോടും എല്ലാവരോടും അത്യധികം സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ വിരാമം വിട്ടുകൊള്ളുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുജനാ ഭവന്തു. ലോകാ സമസ്താ ത്വദ്ഭക്താ ഭവന്തു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ. തീർച്ചയായിട്ടും നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന സനാതന ധർമാമൃതം, സനാതന ധർമ്മത്തെ അടുത്തറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന്റെ 8ാമത്തെ സെഷന്റെ 8 മണിക്ക് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് കയറാം. അതിന്റെ വേറൊരു ലിങ്കാണ് അതിന്റെ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ജയശങ്കര.